നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പാമ്പിന്റെ വിഷം പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡ് ആണ്, അതിനെ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പല്ലെടുത്തോണ്ടൊന്നും പാമ്പിന്റെ വിഷം ഇല്ലാതാവില്ല. അങ്ങനെ ലോകത്ത് ഒരു സ്ഥലത്തും പാമ്പിന്റെ പല്ലെടുക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ കഴിച്ചാൽ ഞാനും പോണ്ടത് മെഡിക്കൽ കോളേജിലേക്കാണ്. ആന്റിവൈറൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എന്നിട്ട് ഞാനൊക്കെ പാമ്പിനെ കൈകാര്യം ചെയ്യുന്നത് ഇതിനല്ല. കടിച്ചാൽ ഒരു ചാൻസ് ഇല്ലാത്ത രാജവന്മാരൊക്കെ കയ്യിലെടുക്കുന്നത് മനസ്സിന്റെ ധൈര്യം മാത്രം, മറ്റൊന്ന് ഇവയെക്കുറിച്ചുള്ള അറിവുകൊണ്ടാണ് ഇവരെ കൈകാര്യം. അതുപോലെ പണ്ടത്തെ ആളുകളുടെ വേറെ കാര്യം, ഈ മൂർഖൻ ചേരയും തമ്മിൽ ഇണഞ്ഞെന്ന് പറയാറ് അല്ലെ. അങ്ങനെ ഇണഞ്ഞ ചേര മുട്ടയുടെ കുഞ്ഞു സംഭവിക്കാറില്ല. മൂർഖനെ തന്നെ ആണും പെണ്ണും വെയിലും. ഞാൻ സംസാരിക്കുന്നൊന്നും പാമ്പുകൾ കേൾക്കുന്നില്ല. എത്ര വെച്ചാലും പാമ്പുകൾ കേൾക്കുന്നില്ല. പാമ്പുകൾ അറിയുന്നത് എർത്ത് വൈബ്രേഷനാണ്. പ്രതലത്തിലുള്ള പ്രകമ്പനങ്ങളാണ് പാമ്പുകൾ അറിയുന്നത്. പാമ്പുകൾക്ക് കണ്ണുകളുണ്ട്. കണ്ണുകളുടെ പ്രത്യേകത കൺകോണകളില്ല. കുറഞ്ഞ ദൂരപരിധിയിൽ നല്ല കാഴ്ച എല്ലാ പാമ്പുകൾക്കുമുണ്ട്. കൂടുതൽ ദൂരപരിധിയിലുള്ള കാഴ്ചയ്ക്ക് പാമ്പുകൾക്കുമില്ല. എന്നാൽ പാമ്പ് കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല. ഒരു സ്കാനിംഗ് ഡിസ്പ്ലേ കാണുന്ന പോലെ ഒരു ബ്ലൂ ഔട്ട്ലൈനിലാണ് പാമ്പ് കാണുന്നത്. എന്നെയോ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, പക്ഷെ ഒരു മനുഷ്യനാണെന്ന് പാമ്പ് തിരിച്ചറിയുന്നുണ്ട്. പാമ്പിന്റെ ഏറ്റവും വലിയ സെൻസ് ആണ് നിങ്ങൾക്കറിയോ? പാമ്പ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അതിന്റെ രണ്ട് പിളർപ്പായ നാക്കിലൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ല? പാമ്പ് സഞ്ചരിക്കുമ്പോ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോ ഇല്ല, അതൊന്നും വരില്ല. അതിന്റെ രണ്ട് പിളർപ്പായ നാക്ക് ഏത് സമയത്ത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാണുന്നില്ല? 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 ചിലരുടെ ധാരണയിൽ ചേര മാത്രമാണ് നാക്ക് നീട്ടുന്നുള്ള തെറ്റായ ധാരണയുണ്ട്. അങ്ങനെയല്ല, ചേരക്ക് ചിലയാളെ പോലെ നാക്കിൽ കുറച്ച് നീളം അധികമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ പാമ്പും ഇതുപോലെയാണ് സെൻസ് ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് ഹീറ്റാണ് അവിടെ സെൻസ് ചെയ്യുന്നത്. ആ സെൻസിന്റെ ഹീറ്റ് പാമ്പിന്റെ പ്രത്യേക ഓർഗനാണ് ജാക്കബ് സെൻസ്. ആ ഓർഗനിലേക്കാണ് ആ സിഗ്നൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് ഒരു പാമ്പ് ആക്ഷൻ എടുക്കുന്നത്. ശത്രുവാണെങ്കിൽ അത് ഓടി രക്ഷപ്പെടും, ഇരയാണെങ്കിൽ കീഴ്പ്പെടുത്തി ഭക്ഷിക്കും. അറിയാം. ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു പാമ്പ് കടിച്ചാൽ എന്താ ചെയ്യുന്നത്? ഇതുകൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പാമ്പിനെ തൊടാനെടുത്ത് തരാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊരാൾക്ക്, നമ്മൾ അടുത്തൊരാൾക്ക് ഒരു പാമ്പ് കടി ഏൽക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പല ആൾക്കാരും എന്നെ ഫോണൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. കരഞ്ഞിട്ടൊക്കെ സംസാരിച്ച ചില കേസുകളുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അങ്ങനെ ആരെയും കടിക്കാതിരിക്കട്ടെ, പാമ്പ് കടിക്കാതിരിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്. ടിവിയിലൊക്കെ ഒരുപാട് തെറ്റായ ഫസ്റ്റ് എയ്ഡ് പ്രചരിക്കുന്നുണ്ട്. പാമ്പ് കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കണം. കാരണം ഇത് കടിക്കുന്ന സമയത്ത് ഇതിന് രണ്ട് വിഷപ്പലാണുള്ളത്. ഈ കടിക്കുന്ന സമയത്ത് ഇതിന്റെ പല്ലുകൾ പ്രവർത്തിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ നീണ്ട പോലെയാണ്. പാമ്പിന് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കും. അപ്പൊ എത്ര സമയം പാമ്പ് കടിച്ചു പിടിച്ച് നിൽക്കുന്നുവോ അത്രയും സമയം വിഷം ഇങ്ങനെ ശരീരത്തിൽ കുത്തിവെച്ചുകൊണ്ടേയിരിക്കും. പാമ്പ് ആ പിടിവിടുമ്പോ മാത്രമാണ് അത് അവിടുത്തെ കൺട്രോൾ ആവുന്നത്. അപ്പൊ അകത്ത് കുത്തിവെച്ചതിന്റെ ബാക്കി വിഷം പാമ്പ് വലിക്കുന്ന സമയത്ത് പുറംഭാഗത്തെ മുറിവിലുണ്ടാവും. മിനിമം 2 ആളെ കൊല്ലാനുള്ള വിഷമെങ്കിലും പുറംഭാഗത്തെ മുറിവിലുണ്ടാവും. ഇതുകൂടി അകത്തേക്ക് കയറാതിരിക്കാൻ ആ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കും. കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാം. സോപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേക സമയം പാഴാക്കാൻ പാടില്ല. കഴുകിയതിനു ശേഷം ചെയ്യേണ്ടത് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടണമെന്ന് പണ്ടേ പറയാം അല്ലെ. പണ്ട് മുതലേ പറയുന്നതാണ് പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടാൻ. എങ്ങനെ കെട്ടണം, എന്ത് കെട്ടണം, ആർക്കൊരു ധാരണയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാമ്പ് കടിച്ച ഭാഗത്ത് കെട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും തന്നെ ഇല്ല. മുറുക്കി കെട്ടുന്നതൊക്കെ കൂടുതൽ ദോഷം ചെയ്യും. കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി പണ്ട് മുതലേ കെട്ടണമെന്ന് പറയുന്നതുകൊണ്ട് ചെറിയൊരു കെട്ടൊക്കെ കെട്ടുകഴിഞ്ഞാൽ ചിലപ്പോ ടെൻഷൻ കുറയും അല്ലെ. അയാളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് കെട്ടാം. കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, കയറോ ചരടോ ഉപയോഗിക്കാൻ പാടില്ല. ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ച് കടിച്ചതിന്റെ തൊട്ടുമുകളിൽ മുകളിലേക്ക് ചുറ്റിവെക്കുക. ചുറ്റിവെക്കുന്ന തുണി പരിപൂർണമായി ടൈറ്റ് ആവരുത്. റിസ്ക് എടുത്താൽ ആ കെട്ടിനിടയിലൂടെ നമ്മുടെ ഒരു ചെറുവിരൽ കടക്കത്തക്ക രീതിയിൽ മാത്രം ടൈറ്റ് ചെയ്യാം. ശേഷം കടിയേറ്റതിന്റെ തൊട്ടുമുകളിൽ നിന്ന് പരമാവധി രക്തം ഞെക്കി ആ ഭാഗത്തൂടെ പുറത്തേക്ക് കളയുക. ഇത്രയാണ് പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത് കൂടുതലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാരണവശാലും വിഷപ്പാമ്പിന്റെ കടിയേറ്റ ഭാഗം വായ കൊണ്ട് സക്കിയെടുക്കാൻ പാടില്ല.
അവിടെയുള്ള രക്തം വായ കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. വായിലോ ചുണ്ടിലോ ചെറിയൊരു മുറിവ് മതി വെനം പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം മുറിക്കുവാനോ പൊള്ളിക്കുവാനോ പാടില്ല. കടിയേറ്റ ആൾക്ക് കഴിക്കാനൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഡൈജഷൻ നടക്കും, ദഹനം നടക്കുന്ന സമയം ബ്ലഡ് സർക്കുലേഷൻ ക്രമാതീതമായി വർദ്ധിക്കാം. മറ്റുള്ള ആഹാരം കൊടുക്കാതെ അത്യാവശ്യമാണെങ്കിൽ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കാം. കടിയേറ്റ ആളെ നടക്കുവാനോ ഓടുവാനോ അനുവദിക്കാൻ പാടില്ല. വണ്ടിയൊന്നും പോകാത്ത ഭാഗത്താണ് പാമ്പ് കടിച്ചതെങ്കിൽ ഒരു കസേര കൊണ്ടുപോയി അയാളെ ഇരുത്തിക്കൊണ്ടുവന്നാണ് ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കേണ്ടത്, പാമ്പ് കടിച്ചാൽ സമയം വളരെ പ്രധാനമാണ്. പിന്നീടുള്ള മിനിറ്റുകൾ വിലപ്പെട്ടതാണ്. ഒരിക്കലും സമയം പാഴാക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് പാമ്പ് കടിക്ക് ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ മാത്രം എത്തിക്കണം. മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഷപ്പാമ്പിന്റെ കടിയേറ്റ ആളെ ഒരു ചികിത്സയും ചെയ്യാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇന്ന് വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലിലാണ് പാമ്പ് കടിക്ക് ചികിത്സ ലഭിക്കുന്നത്. നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ പാമ്പ് കടിക്ക് ചികിത്സ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇന്ന് തന്നെ ഹോസ്പിറ്റലിലെ നമ്പർ നോട്ട് ചെയ്യാൻ. കാരണം നമ്മളെ കടിക്കുന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല, ആന്റിവെനം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പാമ്പ് കടിച്ചാൽ ആദ്യം ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കുക, അതിനുശേഷം മാത്രം പോകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ ആളെ കൊണ്ടുപോകുമ്പോൾ ഇരുചക്ര വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ടൂ വീലേഴ്സ് പൂർണ്ണമായി ഒഴിവാക്കണം. കാരണം ഏത് പാമ്പ് കടിച്ചാലും, ഏത് വിഷപ്പാമ്പ് കടിച്ചാലുമുള്ള രണ്ട് ലക്ഷണങ്ങളാണ് തലകറക്കം, ഛർദി. ബൈക്കിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പിന്നോട്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മറ്റു വാഹനം മാത്രം ഉപയോഗിക്കുക. പാമ്പിനെ കുറിച്ച് കൂടുതലായി എന്താണെങ്കിലും ചോദിക്കാം. നമ്മുടെ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ഏതെങ്കിലും പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ആർക്കെങ്കിലും പാമ്പിനെ ഒന്ന് തൊട്ട് നോക്കണം, തൊട്ട് നോക്കാം. അയ്യോ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ പലയാൾക്കും ഒരു ധാരണ എന്തോ ഒരു വൃത്തിയില്ലാത്ത ജീവി അല്ലെ? അങ്ങനെയല്ല, ലോകത്ത് ഏറ്റവും ഫ്രഷായ ജീവിയാണ്. കാരണം നമുക്ക് കുളിക്കാൻ മാത്രമേ പറ്റൂ, കുളിച്ച് ഫ്രഷാൻ മാത്രമേ പറ്റൂ. പക്ഷെ പാമ്പ് എന്താ തൊലി വെച്ച് ഫ്രഷാവും. അതൊക്കെ നല്ലത്. എവറി 45 days, ഓരോ 45 ദിവസം കൂടുമ്പോ എല്ലാ പാമ്പും അതിന്റെ തൊലി വെച്ച് മാറ്റും. മോൾട്ടിങ് എന്നാണ് കുട്ടിയൊക്കെ പറയുന്ന പേര്. അതുപോലെ തന്നെ പാമ്പുകളുടെ കോട്ട ബ്ലഡാ, ശീലയുക്ത ജീവികളാണ്. ഇവരുടെ ബോഡി നല്ല തണുപ്പായിരിക്കും. ഇതിന്റെ ശരീരത്തിൽ പ്രത്യേക സ്മെല്ല് ഉണ്ടാവില്ല, വഴുവഴുപ്പ് ഉണ്ടാവില്ല. ഇതൊന്നും ഓയിലി അല്ല, ഇതൊരിക്കലും നമ്മുടെ കയ്യിലാവുന്നതല്ല. ആരെങ്കിലും പാമ്പിനെ ജസ്റ്റ് ഒന്ന് തൊട്ട് അടി പാവനോട് അമ്മ തുറണ്ടത് പോതില്ലേ അത് മുത്താഞ്ഞ ഒറ്റക്ക് ചെയ്യാൻ അല്ലേ ഇതിനെ കയ്യിൽ പിടി അച്ഛാ അച്ഛാ തൊട്ടു പാമ്പാണ്. ഇതിലെ വിഷമിക്കുന്ന പ്രത്യേകത മുകളിൽ 2 വരി, താഴെ 1 വരി, 3 വരി പല്ലാണ്. കടിച്ചാൽ നല്ല മാംസം പറിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. കുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് സാധാരണഗതിയിൽ വിഴുങ്ങാറില്ല, ആഹാരമാക്കാറില്ല. വലിയ പക്ഷികള്, മൃഗങ്ങളാണ് ഇതിന്റെ പ്രധാന ആഹാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാമ്പാണ്. 6 മീറ്ററാണ് ഇതിന്റെ പരമാവധി നീളം. തികച്ചും വ്യത്യസ്തമാണ്. ഇത് അറിയാതെ ഇതിന്റെ അടുത്ത് പതുക്കി ചെന്ന് കടിച്ചതിന് ശേഷം ശരീരം കൊണ്ട് വലിച്ചു മുറുക്കി ഇരയെ ശ്വാസം കൊടുക്കുന്നതിന് ശേഷം ഇരയുടെ തലഭാഗമാണ് ആദ്യം. എത്ര വെയിറ്റ് ഉണ്ട്?
എത്ര വെയിറ്റ് ആ സർപ്പം മോനെ കൂടെ ഇതിനിടയ്ക്ക് വരുന്നേനെ ഇതിനകത്ത് എനിക്ക് മൂർഖനെപ്പോലുള്ള വിഷപ്പാമ്പുകൾ എടുക്കാൻ എനിക്ക് അനുമതിയില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞത്, പത്തി വെച്ച മൂർഖനൊക്കെ കാണുന്ന സമയത്ത് മൂർഖൻ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് മാത്രമേ ശ്രദ്ധിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞതില്? എന്തെങ്കിലും അറിയാൻ